ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപം പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരുക്കുന്ന 9 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനാ പരമ്പരയുടെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക്, ശാരീരികവും മാനസികവുമായ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു എന്നരുളി ചെയ്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ അല്പസമയം ആയിരിക്കാം. പുറപ്പാട് 15:26 തിരുവചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ നീ ശ്രദ്ധയോടെ കേട്ട് അവിടുത്തേക്ക് പ്രിയമുള്ളത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വലിയൊരു വാഗ്ദാനമാണ് നൽകുന്നത്. നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നമ്മുടെ സകല രോഗങ്ങളെയും മാറ്റുന്ന വൈദ്യനായ കർത്താവ് കൂടെയുണ്ടാകും. മരുന്നുകൾക്കും ഡോക്ടർമാർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രോഗത്തിൻ്റെ ഭാരത്താൽ തളർന്നവർക്കും പ്രിയപ്പെട്ടവരുടെ അസുഖോർത്ത് മനസ്സ് വിങ്ങുന്നവർക്കും വേണ്ടിയുള്ള വിളിയാണിത്. നാം തളർന്നിരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കർത്താവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി നമ്മെ താങ്ങും. അവിടുത്തെ സന്നിധിയിൽ ഭാരമല്ലാത്ത ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ വരുന്നു. സർവ്വലോകത്തിൻ്റെയും വൈദ്യനായ കർത്താവേ, അങ്ങയുടെ സ്പർശനത്തിനായി ദാഹിക്കുന്ന അനേകം മക്കൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ തിരുമുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന വചനം പറയുന്നുവല്ലോ. അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ നീട്ടി ഓരോ രോഗത്തെയും സ്പർശിക്കണമേ. ക്യാൻസർ, ഹൃദയരോഗങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, തളർവാദം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം നൽകണമേ. ഭയവും ഉത്കണ്ഠയും നീക്കി അങ്ങയുടെ സ്വർഗീയ സമാധാനം അവരിൽ നിറയ്ക്കണമേ. അവിടുന്ന് അരുളി ചെയ്തതുപോലെ അങ്ങാണ് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവ്. അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരൻ്റെയും ഓരോ സഹോദരിയുടെയും മേൽ അങ്ങയുടെ രോഗശാന്തിയുടെ തൈലം ഒഴിക്കണമേ. എല്ലാ രോഗത്തിൻ്റെയും കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. രോഗമില്ലാത്ത സമാധാനമുള്ള ഒരു ജീവിതം അവിടുന്ന് നിങ്ങൾക്ക് നൽകട്ടെ. വചനദീപം ചാനലിലൂടെയുള്ള ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. നാളെ 4-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും കാണാം. ആമേൻ.